ചരിത്രത്തിലെ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡരാണ്. ദ്രാവിഡർ. സിന്ധു നാഗരികതയിലെ പ്രധാന നഗരങ്ങൾ. സിന്ധു നാഗരികതയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം. ഹാരപ്പ, ധോളവീര, മോഹൻജദാരോ, കാലിബംഗൻ, ലോത്തൽ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഹാരപ്പ, ധോളവീര, മോഹൻജദാരോ, കാലിബംഗൻ, ലോത്തൽ. സിന്ധു നദീതട സംസ്കാര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. സിന്ധു നദീതട സംസ്കാര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. സർ ജോൺ മാർഷലാണ്. സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചതാരാണ്? സർ ജോൺ മാർഷൽ തന്നെയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്തൊക്കെയാണ്? നഗരാസൂത്രണവും നഗരവൽക്കരണവും. നഗരാസൂത്രണവും നഗരവൽക്കരണവും. ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം മാണ്ഡ, ജമ്മു കാശ്മീരിലാണിത്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം മാണ്ഡ, അത് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ദൈമാബാദ്. ദൈമാബാദ് ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഗുജറാത്താണ്. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങൾ. സിന്ധു നദീതട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന മനുഷ്യവർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടോ ആസ്ട്രോലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗളോയിഡ്. പ്രോട്ടോ ആസ്ട്രോലോയിഡ്, മെഡിറ്ററേനിയൻ ആൽപ്പിനോയിഡ്, മംഗളോയിഡ്. സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രദേശം. സിന്ധു നദീതട നിവാസികൾ ഏറ്റവും അധികം ഉണ്ടായിരുന്ന പ്രദേശം മെഡിറ്ററേനിയൻ. ഇവർ ദ്രാവിഡർ എന്ന പേരിലും അറിയപ്പെടുന്നു. മെഡിറ്ററേനിയൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘടകങ്ങളും നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘടകങ്ങളും നിലനിന്നിരുന്ന ഹാരപ്പൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന്. റോഡ്ജി, ദസിൽപൂർ, സൂർക്കോറ്റാഡ. റോഡ്ജി, ദസിൽപൂർ, സൂർക്കോറ്റാഡ. പൂർവ ഹാരപ്പൻ സംസ്കാര അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനം. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഏതാണ്? രാഗ്പൂർ. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത്.
സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സണാണ്. സിന്ധു നദീതട നഗരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടുകൾ, വീടിനോട് ചേർന്ന കിണറുകൾ, അഴുക്കുചാൽ സംവിധാനം, മികച്ച റോഡ് സംവിധാനം. ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടുകൾ, വീടിനോട് ചേർന്ന് കിണറുകൾ, അഴുക്കുചാൽ സംവിധാനം, മികച്ച റോഡ് സംവിധാനം. റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രീതി മട്ടകോൺ ആകൃതിയിലാണ് റോഡുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തികൾ: മാതൃദേവത പശുപതി മഹാദേവൻ. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം പശുപതി മഹാദേവൻ. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവമാണ് മാതൃദേവത. സിന്ധു നദീതട നിവാസികളുടെ മതവുമായി സാമ്യമുള്ള മതം ഏതാണ്? ഹിന്ദുമതമാണ്. സിന്ധു നദീതട നിവാസികളുടെ മതവുമായി സാമ്യമുള്ള മതം ഹിന്ദുമതം. സിന്ധു നദീതട സംസ്കാരത്തിലെ എഴുത്തുവിദ്യ ചിത്രലിഖിത ലിപിയാണ്. എഴുത്തുവിദ്യ ഏതായിരുന്നു? ചിത്രലിഖിത ലിപി. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പ്. അവർക്കത് അജ്ഞാതമായിരുന്നു. കുശവൻ്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? കുശവൻ്റെ ചക്രം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? സിന്ധു നദീതട സംസ്കാരം. പരുത്തി കൃഷി ചെയ്തിരുന്ന ഏറ്റവും പുരാതന ജനവിഭാഗം സിന്ധു നദീതട നിവാസികൾ. സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ ഏതാണ്? 16. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഹാരപ്പ. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജദാരോ. അവസാനമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ധോളവീര. ഹാരപ്പ ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദൈറാം സാഹ്നി. പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം. പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? ഹാരപ്പ. ഹാരപ്പൻ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ബൂസ്ട്രോഫിഡോൺ. ഹാരപ്പൻ മുദ്രകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ സ്റ്റിയറൈറ്റ്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ്, ബാർലി. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം രവി. ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പയാണ്. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശം ഹാരപ്പ. ശിവലിംഗാരാധനയെക്കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്നാണ്. മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു?
ഉത്തരം R.D. ബാനർജിയാണ്. മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? R.D. ബാനർജി. UP അസിസ്റ്റൻറ്റിൽ 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം? മോഹൻജദാരോ. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം? മോഹൻജദാരോ. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും വ്യക്തമായ അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രം? മോഹൻജദാരോ. കൊട്ടാര സാമ്യമുള്ള ക്ഷേത്രമുണ്ടായിരുന്ന നഗരം? മോഹൻജദാരോ. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതി? മഹാസ്നാനഘട്ടം. മഹാസ്നാനഘട്ടം. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം? മോഹൻജദാരോ. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശം? മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശവും മോഹൻജദാരോ ആണ്. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം? കറുത്ത വളകൾ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം കാലിബംഗൻ. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശവും കാലിബംഗനാണ്. തടി കൊണ്ട് നിർമ്മിച്ച ഓട സംവിധാനം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം? കാലിബംഗൻ. ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം? ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? കാലിബംഗൻ. കാലിബംഗൻ നശിക്കാനുണ്ടായ പ്രധാന കാരണം? ഗഗ്ഗാർ നദിയിലെ വരൾച്ചയാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ധോളവീര. ഗുജറാത്തിലെ ബോഗ്വ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന സിന്ധു നദീതട സംസ്കാരം? ലോത്തൽ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ തുറമുഖ നഗരം? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ തുറമുഖ നഗരവും ലോത്തലാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽ നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശം? ലോത്തൽ. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരം? ചാൻഹുദാരോ. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരം ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരം ചാൻഹുദാരോ. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരം ചാൻഹുദാരോ. പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം? രൂപാർ. ഹരിയാന കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന സിന്ധു നദീതട പ്രദേശം? ബൻവാലി. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരം? കോട്തിജി. ബലൂചിസ്ഥാനിലെ ദസ്ത നദീതീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗം? സുത്കാജൻ ഡോർ. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലാതിരുന്ന മൃഗം? കുതിര. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലായിരുന്ന മൃഗമാണ് കുതിര. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗമോ? കാള. സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം? നായ. സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും
എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതപ്പെടുന്നതുമായ നദി സരസ്വതി. സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതപ്പെടുന്നതുമായ നദിയാണ് സരസ്വതി. സിന്ധു നദീതട നിവാസികൾക്ക് കച്ചവടമുണ്ടായിരുന്ന മറ്റു നാടുകൾ: മെസൊപ്പൊട്ടോമിയ, ഇറാൻ, ഒമാൻ, ബഹ്റൈൻ, മധ്യേഷ്യ. മെസൊപ്പൊട്ടോമിയക്കാർ ഹാരപ്പയെ വിളിച്ചിരുന്നത് മെലൂഹ. മെസൊപ്പൊട്ടോമിയക്കാർ സിൻഡം എന്ന് വിളിച്ചിരുന്നത് പരുത്തിയാണ്. സിന്ധു നദീതട മുദ്രകൾ ലഭിച്ച പശ്ചിമേഷ്യൻ നഗരങ്ങൾ: കിഷ്, ലഗാഷ്, ടെൽ അസ്മർ. പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടത്. പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? G.F. ഡേൽസിയാണ്. അടുത്ത ചോദ്യം: ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മോർട്ടിമർ വീലറാണ്. മോർട്ടിമർ വീലർ. സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായെന്ന് അഭിപ്രായപ്പെട്ടത് സർ ജോൺ മാർഷൽ, ലാംബ്രിക്, മക്കേ. സർ ജോൺ മാർഷൽ, ലാംബ്രിക്, മക്കേ. സിന്ധു നാഗരികതയിലെ പ്രധാന കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ എവിടെയാണ് കണ്ടെടുത്തത്? മോഹൻജദാരോ. കുളിക്കടവ് അഥവാ മഹാസ്നാനഘട്ടം അതും മോഹൻജദാരോയിലാണ്. ക്ഷേത്ര മാതൃകകൾ അതും മോഹൻജദാരോയിലാണ്. പശുപതി മഹാദേവൻ്റെ മുദ്ര അതും കണ്ടെത്തിയിട്ടുള്ളത് മോഹൻജദാരോയിലാണ്. പുരോഹിതൻ്റെ പ്രതിമ മോഹൻജദാരോയിലാണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ ധാന്യപ്പുരകൾ മോഹൻജദാരോയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചുട്ടെടുത്ത അടുപ്പ് കണ്ടെത്തിയത് ഹാരപ്പയിലാണ്. അതുപോലെ തന്നെ എച്ച് മാതൃകയിലുള്ള സെമിത്തേരിയിലും ഹാരപ്പയിലാണ്. സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഹാരപ്പയിൽ നിന്ന്. സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് ലോത്തലിൽ നിന്നാണ്. മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിരുന്നതിൻ്റെ തെളിവ് ലഭിച്ചത് രൂപാറിൽ നിന്നാണ്. മനുഷ്യൻ്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സുത്കാജൻ ഡോർ.